വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് ഈ പകൽ മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ദൂത് ഹൃദയതലങ്ങളിൽ ആശ്വാസവും പ്രകാശവും ജീവിതത്തിൻ്റെ പ്രത്യാശകൾ വർദ്ധിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. സങ്കീർത്തനം 40:17 എങ്കിലും കർത്താവെന്നെ വിചാരിക്കുന്നു, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിക്കുന്ന ദാവീദിൻ്റെ വാക്കുകൾ. കർത്താവ് എന്നെ വിചാരിക്കുന്നു. തൻ്റെ ഹൃദയത്തിലെ തോന്നലല്ല, തൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അല്ല, യാഥാർത്ഥ്യം, സത്യം വളരെ വ്യക്തമായി ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉറപ്പ് നൽകുന്ന ഒരു തലമാണ് കർത്താവ് എന്നെ വിചാരിക്കുന്നു. ലോകത്ത് ആരും എന്നെക്കുറിച്ച് വിചാരിച്ചില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ടെന്ന ദാവീദ് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് പകൽ ഹൃദയതലങ്ങളിൽ ആഴമായ ഈ ദൈവശബ്ദം വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ. കർത്താവ് എന്നെ വിചാരിക്കുന്നുണ്ട്. ജീവിക്കുവാൻ പ്രേരണ തരുന്നത്, മുമ്പോട്ട് പോകുവാൻ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ തണുപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ദൂതിത. കർത്താവ് എന്നെ വിചാരിക്കുന്നു. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരങ്ങൾ എന്നെ അകറ്റി. ആ നിലവാരത്തിൽ ജീവിക്കുമ്പോഴും ദാവീദ് തളരുന്നില്ല, ക്ഷീണിക്കുന്നില്ല, അധൈര്യപ്പെട്ടു പോകുന്നില്ല. ഉറച്ച നിലപാടില ഭക്തൻ ആയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കർത്താവ് എന്നെ വിചാരിക്കുന്നു. ലോകത്ത് ആർക്കും എന്നെക്കുറിച്ച് വിചാരമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. പലരും മറന്നു കളഞ്ഞു, പലരും തള്ളിക്കളഞ്ഞു, പലരും നിന്ദിക്കുന്നു. ഓർക്കേണ്ട ജീവിതങ്ങൾ പോലും ഓർക്കാതിരിക്കുന്ന ഒരു സമയം അവരുടെ ഹൃദയത്തിലില്ല, അവരുടെ ചിന്തകളിൽ പോലുമില്ല, അവരുടെ വാക്കുകളിൽ പോലുമില്ല. ആ ഒരു വേദന, മനോവേദന, വ്യസനം ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ആഴമായി കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ശബ്ദവിത, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂതിത. ദൈവം വിചാരിക്കുന്നു. കർത്താവ് എന്നെ വിചാരിക്കുന്നു. ദൂത് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലെ, തളർന്നു പോകല്ല്, ക്ഷീണിച്ചു പോകല്ല്. സർവശക്തനായ ദൈവ വിചാരിക്കുന്നത്. ഞാൻ ആരാകുന്നു എന്ന് ദാവീദ് തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ എളിയവനും ദരിദ്രനുമാകുക. ഞാൻ ആരാകുന്നു? ഞാൻ ദരിദ്രനായിരിക്കുക. രാജാവിനെ വിചാരിക്കുവാൻ ഒരുപാട് പേരുണ്ട്, രാജാവിനെ ഓർക്കുവാൻ ഒരുപാട് ജീവിതങ്ങളുണ്ട്. എന്നാൽ എളിയവനും ദരിദ്രനുമാകുന്ന എന്നെ ഓർക്കുന്നത് എൻ്റെ കർത്താവ, എൻ്റെ ദൈവ. ദൈവത്തിൻ്റെ പൈതലെ, ഏതവസ്ഥയിൽ നിന്നല്ല, ഏത് സാഹചര്യം എന്നല്ല, ഏത് സ്ഥിതി എന്നല്ല, എത്രമാത്രം കഴിവുണ്ടെന്നല്ല, പ്രാപ്തിയുണ്ടെന്നല്ല, യോഗ്യതയുള്ളെന്നല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൂതിത, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദമിതാ. കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഹൃദയത്തിലേറ്റെടുക്കട്ടെ. ആഴമായി വചനം ഉറച്ചു വിശ്വസിപ്പാൻ ഇടയാകട്ടെ. ഏലിയാവും ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ ചൂരച്ചെടിയുടെ തണലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നുവെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. അവിടെ
ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട്. വിളിച്ചു പറയുന്ന ശബ്ദം ഇതാ: ഞാൻ പിതാക്കന്മാരെ പോലെ നല്ലവനല്ല. ഞാൻ എങ്ങനെയാകുന്നു, ഞാൻ ആരാകുന്നു എന്ന് ഏലിയാവ് ആ വാക്യത്തിലൂടെ വെളിപ്പെടുത്തുക. പിതാക്കന്മാരെ പോലെ ഞാൻ നല്ലവനല്ല. അങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ച ഏലിയാവിൻ്റെ ജീവിതസ്ഥിതിയിൽ സ്വർഗം അടങ്ങിയിരുന്നില്ല. ചൂരച്ചിലിയുടെ തണലിലാണെങ്കിലും അവസ്ഥയറിഞ്ഞ് ഏലിയാവിനെ വിചാരിക്കുന്നൊരു ദൈവം, ഏലിയാവിനെ കാണുന്നൊരു ദൈവം ദൂതനെ അയച്ചില്ലേ? ദൈവത്തിൻ്റെ വൈതിലേ, ദൈവത്തിൻ്റെ ശബ്ദമിതാ, ദൈവത്തിൻ്റെ ദൂതിതാ. ഏതവസ്ഥയിലാ ഹൃദയമായിരിക്കുന്നത്, ഏതവസ്ഥയിലാ ജീവിതസ്ഥിതി ആയിരിക്കുന്നത്? എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണോ? ദൈവത്തിൻ്റെ ശബ്ദം വിശ്വസിക്കട്ടെ. ആഴമായി ദൂത് ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ പകൽ പകരുക. കർത്താവ് എന്നെ വിചാരിക്കുന്നു, കർത്താവ് എന്നെ വിചാരിക്കുന്നു. ആ ദൂത് ഏറ്റുപറയാൻ ഇടയാകട്ടെ. ആ ദൂത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ശബ്ദം എന്നെക്കുറിച്ചാണെന്ന് എന്നെ വിചാരിക്കുന്ന ദൈവം എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട്, എൻ്റെ ഹൃദയതലം കണ്ടുകൊണ്ട്, എൻ്റെ ജീവിത സാഹചര്യം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവം എന്നെ വിചാരിക്കുക. ദൈവത്തിൻ്റെ വൈതിലെ ഏലിയാവിന് എതിരായി ഇസബേൽ ദോഷം വിചാരിച്ചപ്പോഴും, ദോഷം പ്രവർത്തിക്കാൻ ഒരുങ്ങിയപ്പോഴും കർത്താവ് ഏലിയാവിൻ്റെ വാഗ്ദത്തങ്ങളെയാ വിചാരിച്ചത്. ഇന്ന് പകൽ ചുറ്റും നിൽക്കുന്നവർ ദോഷം വിചാരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്ത ശബ്ദമിതാ. ദൈവം വിചാരിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമായി എൻ്റെ വാഗ്ദത്തങ്ങൾ. അതാ ദൈവത്തിൻ്റെ കരം, അപ്രകാരമാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ പൈതലെ തളർന്നു പോകല്ല്, ക്ഷീണിച്ചു പോകല്ല്. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ മാറിപ്പോകരുത്, കൃപയിൽ നിന്ന് പുറകോട്ട് മാറരുത്. ദൈവത്തിൻ്റെ ശബ്ദമിതാ. എന്നെ വിചാരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം വിചാരിച്ച സ്ഥിതി മാറും. ദൈവം വിചാരിച്ച, ദൈവത്തിൻ്റെ വിചാരത്തിൽ എൻ്റെ ജീവിതമുണ്ടെങ്കിൽ, ഞാനുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി, മുമ്പോട്ടുള്ള എല്ലാ അനുഭവങ്ങളും ദൈവം നോക്കിക്കോളും. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങും, ദൈവം സഹായിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വൈതിലേ, കർത്താവ് എന്നെ വിചാരിക്കുന്നു. പലരും എന്നെ മറന്നു, കർത്താവ് എന്നെ വിചാരിക്കുന്നു. അത് മതി ജീവിതം ധന്യമാകുവാൻ, അത് മതി ജീവിതം അനുഗ്രഹിക്കപ്പെടുക. കർത്താവ് സഹായിക്കും. ദൂത് വിശ്വസിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. കർത്താവ് വിചാരിക്കുന്ന ജീവിതങ്ങൾ, അവരുടെ അവസ്ഥ മാറുമല്ലോ, അവരുടെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകുമല്ലോ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവിക വിടുതലിറങ്ങട്ടെ. ദൈവത്തിൻ്റെ കരം ഓരോ ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.